പ്രിയപ്പെട്ട മക്കളെ, അടുത്ത ഭാഗമാണ് മാഗ്നറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. മാഗ്നറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? കാന്തവും വൈദ്യുതിയും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അടുത്തത് പഠിക്കുന്നത്. നോക്കി നോക്കൂ മക്കളെ. അറേഞ്ച് ആൻ ഇലക്ട്രിക് സർക്യൂട്ട് ആൻഡ് കീപ് ഇറ്റ് സ്വിച്ച്ഡ് ഓഫ്. എങ്ങനെയാണ് ഒരു വൈദ്യുത സർക്യൂട്ട് ക്രമീകരിച്ച് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക. ബ്രിങ് എ പൈവോട്ടഡ് മാഗ്നറ്റിക് നീഡിൽ ജസ്റ്റ് ബിലോ ദ കോപ്പർ വയർ. എന്താണ്? സ്വതന്ത്രമായി ചലിക്കുന്ന ഒരു കാന്തസൂചി ചെമ്പു കമ്പിയുടെ ചുവടെ കൊണ്ടുവരിക. ദെൻ അടുത്ത എന്താണ്? നൗ സ്വിച്ച് ഓൺ ദ സർക്യൂട്ട് ആൻഡ് ഒബ്സർവ് ദ മാഗ്നറ്റിക് നീഡിൽ. എന്താണ്? സ്വിച്ച് ഓൺ ചെയ്തതിനു ശേഷം മാഗ്നറ്റിക് നീഡിൽ എന്ന് പറഞ്ഞാൽ കാന്തസൂചിയെ നിരീക്ഷിക്കൂ. വാട്ട് ഡു യു സീ? എന്താണ് കാണുന്നത്? സ്വിച്ച് ഓൺ ആക്കുമ്പോൾ അതെന്താണ്? ഈ കാന്തസൂചി ഡിഫ്ലക്റ്റ് ചെയ്യും. കാന്തസൂചിക്ക് ഒരു ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നത്, വ്യതിചലിക്കും. ഒബ്സർവ് ദ മാഗ്നറ്റിക് നീഡിൽ ആഫ്റ്റർ സ്വിച്ചിങ് ഓഫ് ദ സർക്യൂട്ട്. ഡോണ്ട് യു സീ നീഡിൽ റിട്ടേണിംഗ് ടു ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ. സ്വിച്ച് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുക? അത് അതിൻ്റെ പഴയ പൊസിഷനിലേക്ക് തന്നെ തിരിച്ചു പോകും. പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ അത് തിരിച്ച് പോകുക. അതിൻ്റെ വ്യതിചലിക്കുക, ഡിഫ്ലക്ഷൻ അവിടെ ഉണ്ടായിരിക്കില്ല. Now repeat the experiment after placing the magnetic needle above and also on the sides of the copper wire. What do you see? എന്താണ്? അതിനുശേഷം കാന്തസൂചിയെ ചെമ്പുകമ്പിയുടെ മുകളിലും വശങ്ങളിലും കൊണ്ടുവന്ന് ഇതേ പ്രവർത്തനം ആവർത്തിക്കുക. എന്താണ് കാണുന്നത്? അവിടെ എന്ത് സംഭവിക്കും? ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, അടുത്ത് നോക്കൂ. ഹോപ്പ് magnetic. Bring another magnet near the pivoted magnetic needle. Does it move instantly? എന്താണ്? സ്വതന്ത്രമായി ചലിക്കുന്ന കാന്തസൂചിയുടെ സമീപം മറ്റൊരു കാന്തം കൊണ്ടുവരും. കാന്തസൂചി പെട്ടെന്ന് ചലിക്കുന്നുണ്ടോ? എസ്, എന്താണ്? പെട്ടെന്ന് ചലിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഫോംഡ് അറൗണ്ട് എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ. എന്താണ്? വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നു. എന്താണ്? വൈദ്യുതി ചലിക്കുന്ന എന്തിനു ചുറ്റും? ചാലകം. ഏതിൻ്റെയോടെയാണോ? ചാലകം. കണ്ടക്ടേഴ്സ്. വൈദ്യുതി കടത്തി നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു, കണ്ടക്ടേഴ്സ് എന്നാണ് പഠിച്ചു അല്ലേ? യെസ്. അതിൻ്റെ ചുറ്റും എന്ത് രൂപപ്പെടുന്നു? ഒരു മാഗ്നറ്റിക് ഫീൽഡ്, ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നു. എൻ്റർ ദ ആക്ടിവിറ്റീസ് ആൻഡ് ഒബ്സർവേഷൻസ് ഇൻ യുവർ സയൻസ് ഡയറി. നമ്മൾ എന്താണ് ആക്ടിവിറ്റീസ് ചെയ്തിട്ട് അത് എവിടെ എൻ്റർ ചെയ്യണം? എഴുതണം. ശാസ്ത്ര പുസ്തകത്തിൽ എഴുതണം. ഇതിന് ആൻസേഴ്സ് എഴുതി തരാം കേട്ടോ. ശ്രദ്ധിക്കും മക്കളെ. അടുത്ത് ലെറ്റ്സ് മേക്ക് എൻ ഇലക്ട്രോ മാഗ്നറ്റ്. എന്താണ്? നമുക്കൊരു വൈദ്യുത കാന്തം ഉണ്ടാക്കാം. എങ്ങനെയാണ് വൈദ്യുത കാന്തം ഉണ്ടാക്കുക? അത് പഠിക്കണം കേട്ടോ. Take an insulated copper wire of 75 centimeter length. എന്താണ്? 25 സെന്റിമീറ്റർ നീളമുള്ള ഒരു കവചിത ചെമ്പുകമ്പി എടുത്ത് ഇരുമ്പാണിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ചുറ്റുക. നോക്കൂ. Take an insulated copper wire 75 centimeter length. Wind it closely over an iron nail from one end to the another. Remove the insulation from both ends of the wire and connect them to a battery. Bring some pins near the nail. എന്താണ് മക്കളെ? 25 സെന്റിമീറ്റർ നീളമുള്ള ഒരു കവചിത ചെമ്പുകമ്പി എടുത്ത് ഇരുമ്പാണിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ചുറ്റുക. കമ്പിയുടെ രണ്ടറ്റത്തുമുള്ള ഇൻസുലേഷൻ മാറ്റി ഒരു ബാറ്ററിയുമായി ബന്ധിപ്പിക്കുക. ഏതാനും ഒട്ട് സൂചികൾ ആണിക്കരികിൽ കൊണ്ടുവരിക. എന്ത് കാണുന്നു? എന്താണ് കാണുന്നുണ്ടാവുക? ആണിക്ക് താൽക്കാലികമായി കാന്തിക ഗുണം ലഭിക്കുന്നു. അവിടെ ആ ആണിക്ക് എന്താണ്? താൽക്കാലികമായിട്ട് എന്ത് കിട്ടും? കാന്തിക ഗുണം. നമുക്കറിയാം, മെറ്റൽസ് എപ്പോഴും മാഗ്നറ്റിനെ ആകർഷിക്കും അല്ലേ? അപ്പോൾ അവിടെ ആണിക്ക് ടെമ്പററി ആയിട്ട് എന്ത് കിട്ടും? ഒരു മാഗ്നറ്റിക് പവർ കിട്ടും. There are many devices that make use of electromagnet. അതായത് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്ന്. ഇലക്ട്രിക് ഫാൻ, ഇലക്ട്രിക് ബെൽ, ഇലക്ട്രിക് മോട്ടോർ, അതുപോലെ എന്താണ്? ക്രെയിൻ, റേഡിയോ, ടെലിവിഷൻ, ഇതിലൊക്കെ എന്താണ്? ഇലക്ട്രോമാഗ്നറ്റ്സ് ഉണ്ട്. ഓക്കെ, അടുത്താണ് മക്കളെ ഡൊമസ്റ്റിക് ഇലക്ട്രിസിറ്റി. ഡൊമസ്റ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഗാർഹിക വൈദ്യുതി. ഡൊമസ്റ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗാർഹിക വൈദ്യുതി. ഫ്രം വേർ ഡു വി ഗെറ്റ് ദ ഇലക്ട്രിസിറ്റി നീഡഡ് ടു ഓപ്പറേറ്റ് ദ ഇലക്ട്രിക് ഡിവൈസസ് ഇൻ അവർ ഹോംസ്? Did you notice the newspaper report? എന്താണ്? വീടുകളിലെ ഉപകരണങ്ങൾ പ്രവർത്തിക്കാൻ ആവശ്യമായ വൈദ്യുതി എവിടെ നിന്നാണ് ലഭിക്കുന്നത്? എവിടെ നിന്നാണ് കിട്ടുന്നത്? നമുക്ക് കിട്ടുന്നത് നമ്മൾ ഇലക്ട്രിസിറ്റി അല്ലെ? ഇലക്ട്രിസിറ്റി ഓഫീസ്, വൈദ്യുത നിലയങ്ങളിൽ നിന്നിട്ടാണ് നമുക്കത് കിട്ടുന്നത് അല്ലെ? വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പവർ സ്റ്റേഷനുകളിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നു? വൈദ്യുതി കിട്ടുന്നു.
ഡിഡ് യു നോട്ടീസ് ദ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്? എന്താണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ശ്രദ്ധിക്കൂ. വാട്ടർ ലെവൽ ഇൻ ദ ഡാംസ് ഗോസ് ഡൗൺ, ലോഡ് ഷെഡിങ് ലൈക്ലി. എന്താണ് മഴയുടെ വാട്ടർ ലെവൽ ഡാംസ് കുറഞ്ഞു, ലോഡ് ഷെഡിങ്. ഇതാണ് തിരുവനന്തപുരം. ലോഡ് ഷെഡിങ് ലോഡ് ഷെഡിങ് ഈസ് ലൈക്ലി ഇൻ ദ സ്റ്റേറ്റ് ഡ്യൂ ടു സ്റ്റീപ്പ് ഫോൾ ഇൻ വാട്ടർ ലെവൽസ് ഇൻ ദ ഡാംസ്. എന്താണ് അണക്കെട്ടുകളിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നതിനാൽ സംസ്ഥാനത്ത് ലോഡ് ഷെഡിങ് ഏർപ്പെടുത്തേണ്ടി വരും. What is the relation between the availability of rain and load shedding? Very important question ആണ്. മഴയുടെ ലഭ്യതയും ലോഡ് ഷെഡിങ്ങും തമ്മിലുള്ള ബന്ധം എന്താണ് മക്കളെ? നമ്മൾ എങ്ങനെയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്? വെള്ളത്തിൽ നിന്നാണല്ലേ. അപ്പോൾ വെള്ളത്തിൽ നമ്മൾ സോളാർ വെക്കുന്നുണ്ട്, അതുപോലെ കാറ്റിൽ നിന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ മെയിനായിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എന്തിൽ നിന്നാണ്? വാട്ടർ നിന്നാണ് അല്ലേ. അപ്പോൾ വാട്ടറിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വാട്ടറിൻ്റെ അവൈലബിലിറ്റി വേണം. അതെങ്ങനെയാണ്? മഴയിൽ നിന്നാണ് കിട്ടുക. അപ്പോൾ മഴ കുറഞ്ഞാൽ എന്ത് കുറയും? ജലത്തിൻ്റെ ലഭ്യത കുറയും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ്? കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത് കുറയുകയും ലോഡ് ഷെഡിങ് നേരിടേണ്ടി വരികയും ചെയ്യും. ഓക്കെ, അടുത്താണ് മക്കളെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. എന്താണ് മക്കളെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ? ജലവൈദ്യുത നിലയം. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ജലവൈദ്യുത നിലയം. ഇലക്ട്രിസിറ്റി ഈസ് പ്രൊഡ്യൂസ്ഡ് മേക്കിംഗ് യൂസ് ഓഫ് ദ എനർജി ഓഫ് ദ വാട്ടർ ലെവൽ സ്റ്റോർഡ് ഇൻ ഡാം. അണകെട്ടി നിർത്തിയ ജലത്തിന്റെ ഊർജ്ജം ഉപയോഗിച്ചാണ് ജലവൈദ്യുത നിലയങ്ങളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മളറിയാം ഡാംസ് ഒക്കെ കണ്ടിട്ടുണ്ടല്ലേ. ഓക്കെ, അവിടെ ജലം കെട്ടി നിർത്തിയിട്ട് അതിൻ്റെ ഊർജ്ജം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? വൈദ്യുതി ഉണ്ടാക്കുന്നത്. ദ വാട്ടർ സ്റ്റോർഡ് അറ്റ് എ ഹൈറ്റ് ഇൻ എ ഡാം ഈസ് മെയ്ഡ് ടു ഫ്ലോ ത്രൂ പെൻസ്റ്റോക്ക് പൈപ്സ് ടു റീച്ച് ദ ടർബൈൻ ഇൻസ്റ്റാൾഡ് അറ്റ് എ വെരി ലോ ലെവൽ. എന്താണ് ഉയരത്തിൽ അണക്കെട്ടി നിർത്തിയ ജലം വളരെ താഴ്ചയിൽ സ്ഥാപിച്ചിരിക്കുന്ന ടർബൈനിലേക്ക് പെൻസ്റ്റോക്ക് പൈപ്പിലൂടെ എത്തിക്കുന്നു. എന്തിലൂടെ? പെൻസ്റ്റോക്ക് പൈപ്പിലൂടെ എന്തിലേക്ക് എത്തിക്കുന്നു? ടർബൈനിലേക്ക് എത്തിക്കുന്നു. ദ ടർബൈൻസ് റൊട്ടേറ്റ്സ് യൂസിങ് ദ എനർജി ഓഫ് ഫ്ലോയിങ് വാട്ടർ. എന്താണ് ഒഴുകുന്ന ജലത്തിന്റെ ഊർജ്ജം ഉപയോഗിച്ച് ടർബൈൻ കറങ്ങുന്നു. വാട്ടറിന് നല്ല ഊർജ്ജമുണ്ട് അല്ലേ. ഇറ്റ് മേക്സ് ദ ജനറേറ്റർ വർക്ക് ആൻഡ് ജനറേറ്റ് ഇലക്ട്രിസിറ്റി. എന്താണ് ആവശ്യമായ ഇത് ജനറേറ്ററിനെ പ്രവർത്തിപ്പിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ ടർബൈനുകൾ കറങ്ങുമ്പോൾ ടർബൈനുകൾ എങ്ങെന്ന് വെച്ച് വാട്ടറിന്റെ ഫോഴ്സ് കൊണ്ട് ടർബൈൻസ് കറങ്ങും. അപ്പോൾ എന്തുൽപ്പാദിപ്പിക്കും? വൈദ്യുതി. അതാ ഒരു ഊർജ്ജം വെച്ചിട്ട് എന്തുൽപ്പാദിപ്പിക്കും? വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. എന്തിനെ പ്രവർത്തിപ്പിച്ച്? ജനറേറ്ററിനെ പ്രവർത്തിപ്പിച്ചിട്ട്. There are arrangements to control the flow of water as per our requirement of electricity. എന്താണ് ആവശ്യമായ വൈദ്യുതിയുടെ അളവിനനുസരിച്ച് ജലത്തിന്റെ ഒഴുക്ക് ക്രമീകരിക്കുന്നതിനുള്ള സംവിധാനവും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ പഠിക്കണം കേട്ടോ. നോട്ടിലേക്ക് എഴുതുകയും പഠിക്കുകയും വേണം. അടുത്ത് നോക്കൂ മക്കളെ. ഒബ്സർവ് ദ പിക്ചർ ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. How does the electricity generated at a power station reach our homes? ജലവൈദ്യുത നിലയത്തിന്റെ ചിത്രം നിരീക്ഷിക്കൂ. ജലവൈദ്യുത നിലയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി നമ്മുടെ വീടുകളിൽ എത്തുന്നത് എങ്ങനെയാണ്? യെസ്, ജലവൈദ്യുത നിലയങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ വീടുകളിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് എന്താണ് വൈദ്യുതി എവിടെ നിന്നും? ജലവൈദ്യുത നിലയങ്ങളിൽ നിന്നും ഇലക്ട്രിസിറ്റി നമ്മൾ ഇത് വെക്കുമല്ലേ, കറണ്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈനുകൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ഈ ലൈനുകൾ മെയിൻ ലൈനുകൾ ഉണ്ടായിരിക്കും, ട്രാൻസ്ഫോമറുകളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. ഇതൊക്കെ വഴി അവസാനം എവിടേക്ക് എത്തും? നമ്മുടെ വീടുകളിലേക്ക് എത്തും. അതിൻ്റെ ഉത്തരം ടീച്ചർ എഴുതി തരാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടി വിശദീകരിച്ച് തരാം. അടുത്ത് നോക്കൂ. നെവർ വേസ്റ്റ് ഇലക്ട്രിസിറ്റി. എന്താണ്? വൈദ്യുതി പാഴാക്കല്ലേ. എന്താണ് മക്കളെ? നമ്മൾ ജസ്റ്റ് നിങ്ങൾ തന്നെ വായിച്ചാൽ കിട്ടുന്ന കാര്യം ടീച്ചർ ഒന്ന് പറഞ്ഞു തരാം. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു എനർജി ഫോം ഓഫ് എനർജിയാണ് ഇലക്ട്രിസിറ്റി എന്നുള്ളത്. നമ്മുടെ വീട്ടിൽ നമുക്ക് ഏത് കാര്യത്തിനും, ഒരു ഫാൻ കറങ്ങാനായാലും, വെട്ടം കാണാനായ, ടി വി വെക്കണമെങ്കിൽ, മൊബൈൽ ചാർജ് ചെയ്യണമെങ്കിൽ എന്ന് വേണ്ട, മിക്സി ഉപയോഗിക്കണമെങ്കിൽ, ഫ്രിഡ്ജ് വർക്ക് ചെയ്യണമെങ്കിൽ ഒക്കെ എന്ത് വേണം? ഇലക്ട്രിസിറ്റി വേണം, കറണ്ട് വേണം അല്ലേ. അപ്പോൾ വി നോ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇലക്ട്രിസിറ്റി ആസ് ദ മോസ്റ്റ് യൂസ്ഡ് ഫോം ഓഫ് എനർജി. എന്താണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും വലിയ ഊർജ്ജ രൂപമാണ്, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഊർജ്ജ രൂപമാണ്
എന്ത് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്, വൈദ്യുതി എന്ന് പറയുന്നത് റെഗുലേഷൻ ഓഫ് പവർ സപ്ലൈ ഇൻ ദ ഫോം ഓഫ് ലോഡ് ഷെഡിംഗ് ആൻഡ് പവർ കട്ട് ഈസ് ഇമ്പോസ്ഡ് വെൻ ദ ഡിമാൻഡ് ഫോർ ഇലക്ട്രിസിറ്റി ഇൻക്രീസസ് വൈൽ ഇറ്റ്സ് പ്രൊഡക്ഷൻ ഡസ് നോട്ട്. എന്താണ്, വൈദ്യുതിയുടെ ആവശ്യം കൂടി വരികയും ഉൽപാദനം വർദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിലാണ് പവർ കട്ട്, ലോഡ് ഷെഡിംഗ് പോലുള്ള വൈദ്യുതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരുന്നത്. ഹൗ ഡു വി ഫേസ് ദിസ് ചലഞ്ച്? എങ്ങനെയാണ് ഈ വെല്ലുവിളി നമ്മൾ നേരിടും? Do you think we need to use the available electricity judiciously and avoid situation of wasting it? എന്താണ്, ലഭ്യമായ വൈദ്യുതി ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുകയും പാഴാവുന്ന സാഹചര്യം ഒഴിവാക്കുകയും ചെയ്യുകയല്ലേ വേണ്ടത്? Did you think we need to use the available electricity judiciously and avoid situations of wasting it? എന്താണ്, നമുക്ക് ലഭ്യമായ വൈദ്യുതി ബുദ്ധിപൂർവ്വം ഉപയോഗിക്കല്ലേ ചെയ്യേണ്ടതെന്ന് അല്ലെ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും? Given below ascertain situations when electricity is wasted, do such situations arise in your home? എന്താണ്, വൈദ്യുതി പാഴാവുന്ന സാഹചര്യങ്ങളിൽ ചിലത് ചൂടേ കൊടുക്കുന്നു. ഇത്തരം സാഹചര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാവാറുണ്ടോ? Bulb and fan switched on even when there is no one in the room. എന്താണ്, ആളില്ലാത്ത മുറിയിലും ഫാനും ബൾബുകളും പ്രവർത്തിക്കുന്നു. TV switched on even when there is no one to watch it. എന്നാരും കാണാത്ത സമയത്ത് TV പ്രവർത്തിക്കുന്നു. Bulbs switched on even during daytime. പകൽ സമയം ബൾബുകൾ ഇടുന്നു. Refrigerator left open. ഇപ്പോൾ റെഫ്രിജറേറ്റർ തുറന്നു വെച്ചിരിക്കുന്നു. Find out more such situations and add them to the list. നിങ്ങൾ കൂടുതൽ സന്ദർഭങ്ങൾ കണ്ടെത്തി ലിസ്റ്റ് ചെയ്യൂ. എന്താണ്, നമുക്ക് കൂടുതൽ സന്ദർഭങ്ങളിൽ എന്തൊക്കെയാണ് ആവശ്യമില്ലാതെ മൊബൈൽ ഫോണിൽ ചാർജ് ചെയ്യുമ്പോൾ അത് ചാർജ് ചെയ്തതിന് ശേഷം വീണ്ടും ചാർജ് ചെയ്യാൻ ഇടുന്നു. അങ്ങനെ കുറേ സന്ദർഭങ്ങളിൽ നമ്മൾ കറണ്ട് വെറുതെ കളയുന്നുണ്ട് അല്ലേ. വാട്ട് സ്റ്റെപ്സ് ക്യാൻ വി ടേക്ക് ടു അവോയ്ഡ് വേസ്റ്റേജ് ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ സച്ച് സിറ്റുവേഷൻസ്? ഇത്തരത്തിൽ വൈദ്യുതി പാഴാക്കാതിരിക്കാൻ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത്? നമ്മൾ എന്തൊക്കെ ചെയ്യാം? പകൽ സമയങ്ങളിൽ നമ്മളെപ്പോഴും അലേർട്ട് ആയിരിക്കണം. ഇത് ലൈറ്റ് ഇടാതിരിക്കാൻ നമ്മളെപ്പോഴും ഓഫ് ആക്കാനും ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കണം. നമ്മളെപ്പോഴും എന്താ ചെയ്തിരിക്കണം? നമ്മളെപ്പോഴും അലേർട്ട് ആയിരിക്കണം. ഓക്കെ. വൈദ്യുതോപകരണങ്ങൾ സ്വിച്ചൊക്കെ സമയത്തിന് ഓഫാക്കുക. പിന്നെ വസ്ത്രങ്ങൾ പലപ്പോഴായിട്ട് അയൺ ചെയ്യുന്നത് നിർത്തുക. അതായത് നമ്മൾ എല്ലാ വസ്ത്രങ്ങളും ഒന്നിച്ച് അയൺ ചെയ്യുക. പിന്നെ CFL LED ബൾബുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുക. നോക്കും മക്കളെ, വൈൽ സെലക്ടിങ് ഇലക്ട്രിക് അപ്ലയൻസസ്, ഉപകരണങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? സ്റ്റാർ സിമ്പിൾസ് ആർ മാർക്ക്ഡ് ഓൺ ഇലക്ട്രിക് അപ്ലയൻസസ്. ദ നമ്പർ ഓഫ് സ്റ്റാർസ് ഓൺ ദിസ് ഇൻഡിക്കേറ്റ്സ് ദ എനർജി എഫിഷ്യൻസി ഓഫ് ദ ഡിവൈസ്. See that you select electric devices with more number of stars. എന്താണ്, വൈദ്യുതോപകരണങ്ങളിൽ നക്ഷത്ര ചിഹ്നങ്ങൾ അടയാളപ്പെടുത്താറുണ്ട്. നക്ഷത്രങ്ങളുടെ എണ്ണം ഉപകരണത്തിന്റെ ഊർജ്ജക്ഷമതയെ സൂചിപ്പിക്കുന്നു. നമ്മുടെ സ്റ്റാർസ് കണ്ടുണ്ടാവും അല്ലെ. അപ്പൊ നക്ഷത്രങ്ങളുടെ എണ്ണം കൂടുന്തോറും അതിന് ഊർജം എന്താണ്, നമുക്ക് വളരെ കുറച്ച് ഇലക്ട്രിസിറ്റിയാണ് അത് ഉപയോഗിക്കുള്ളൂ. അപ്പൊ വൈദ്യുത ഉപകരണം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എന്താണ്, സ്റ്റാർ അടയാളപ്പെടുത്തി കൂടുതൽ സ്റ്റാർസ് അടയാളപ്പെടുത്തിയോ വാങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത് നോക്കൂ മക്കളെ. In the Science Club, present your suggestions for reducing the consumption of electricity. Remember to prepare pamphlets and posters as well. എന്താണ്, വൈദ്യുതി ഉപയോഗം കുറയ്ക്കാനുള്ള മാർഗങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ നിർദ്ദേശങ്ങൾ സയൻസ് ക്ലബിൽ അവതരിപ്പിക്കൂ. ലഘുലേഖകളും പോസ്റ്ററുകളും തയ്യാറാക്കുമല്ലോ. അടുത്ത് നോക്കും മക്കൾ. ഇലക്ട്രിക് ഷോക്ക് അടിക്കുക. നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട് അല്ലേ, ഷോക്ക് അടിക്കുന്ന കാര്യങ്ങളൊക്കെ. നമ്മൾ ശരിയായ രീതിയിൽ വൈദ്യുതി ഷോക്ക് കേൾക്കുകയും മരിക്കുക വരെ ചെയ്യും അല്ലേ. ഇലക്ട്രിക് ഷോക്ക്. You may know that the electricity used at homes is more powerful than what you get from a torch cell. ടോർച്ച് സെല്ലിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ വളരെയധികം ശക്തിയേറിയ വൈദ്യുതിയാണ് വീടുകളിൽ ഉപയോഗിക്കുന്നതെന്ന് അറിയാമല്ലോ. Electricity can cause accidents if not used carefully and may even lead to death. Here are some situations leading to an electric shock. എന്താണ്, നമ്മൾ ശരിയായ രീതിയിൽ വൈദ്യുതി ഉപകരണങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ അപകടം സംഭവിക്കുന്നത് മരണത്തിന് വരെ കാരണമാകും. ചില സാധ്യതകൾ എന്തൊക്കെയാണ്? ഓപ്പറേറ്റിംഗ് എ സ്വിച്ച് വിത്ത് വെറ്റ് ഹാൻഡ്, നനഞ്ഞ കൈകൊണ്ട് സ്വിച്ച് പ്രവർത്തിക്കുന്നത്. റിമൂവിങ് പ്ലഗ് പിൻസ് വെൻ ദ സ്വിച്ച് ഈസ് ഓൺ. എന്താണ്, സ്വിച്ച് ഓഫ് ആക്കാതെ പ്ലഗ് പിൻ ഊരിയെടുക്കുമ്പോൾ. യൂസിങ് വയേഴ്സ് വിത്തൗട്ട് ഇൻസുലേഷൻ പോയ വയറുകൾ ഉപയോഗിക്കുമ്പോൾ.
സ്വിച്ച് ചേഞ്ചിങ് ബൾബ് വെൻ ദ സ്വിച്ച് ഈസ് ഓൺ ആക്കുമ്പോൾ സ്വിച്ച് ബൾബ് മാറ്റി വരുമ്പോൾ ഇനി ഒരു പോയിന്റ് ഉണ്ട്, നിങ്ങൾ തന്നെ ചിന്തിച്ച് എഴുതി നോക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും എന്തായിരിക്കണം, വൈദ്യുതി ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. സ്വിച്ച് ഓഫ് ആക്കിയിട്ട് വേണം നമ്മൾ വൈദ്യുതി ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ. ഓക്കെ. അതുപോലെ നമ്മൾ അയൺ ബോക്സിന്റെ വയറിന്റെ ഒക്കെ കവറിൽ പോയിട്ട് വയറ് പുറത്തേക്ക് നമ്മൾ അത് ഉപയോഗിക്കാനായിട്ട് പാടില്ല. വയറ് മാറ്റിയതിന് ശേഷമേ നമ്മൾ പിന്നെ അയൺ ബോക്സ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം അയൺ ബോക്സ് എന്നൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ഷോക്ക് ഏൽക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. വെൻ യു ഗെറ്റ് ഇലക്ട്രിക് ഷോക്ക് ഏറ്റാൽ നമ്മൾ എന്താണ് ചെയ്യുക? വാട്ട് ഇമ്മീഡിയറ്റ് ആക്ഷൻ ഷുഡ് ബി ടേക്ക് ടു സേവ് എ പേഴ്സൺ ഹു ഗെറ്റ്സ് ഇലക്ട്രിക് ഷോക്ക്? ഒരാളെ ഷോക്ക് ഏറ്റാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? The first thing to do is to cut off the electric connection. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇലക്ട്രിക് കണക്ഷൻ വിടിയിക്കണം. For this, either switch off the electric supply or remove the fuse. എന്താണ് ഇത് അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യുകയോ ഫ്യൂസ് ഊരി മാറ്റുകയോ ചെയ്യണം. ഇൻ കേസ് ദിസ് ഇസ് നോട്ട് പോസിബിൾ, പുഷ് അവേ ദ അഫക്റ്റഡ് പേഴ്സൺ യൂസിങ് മെറ്റീരിയൽസ് വിച്ച് ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഇത് ഈ സ്വിച്ച് ഓഫ് ചെയ്യാനും ഫ്യൂസ് ഊരി മാറ്റാനും സാധിച്ചില്ലെങ്കിൽ നമ്മൾ അവരെ തള്ളിയിടുക. എന്ത് വെച്ചിട്ട്? വൈദ്യുതി കടന്നു വിടാത്ത ഇൻസുലേറ്റേഴ്സ് പോലുള്ള, ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ വുഡ്, പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവരെ തള്ളി മാറ്റുക. ദ പേഴ്സൺ ഷുഡ് ബി ടേക്കൺ ടു ദ നിയറസ്റ്റ് ഹോസ്പിറ്റൽ ഇമ്മീഡിയറ്റ്ലി ഇഫ് ദ ഷോക്ക് ഇറ്റ്സെൽഫ്. എന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ആശുപത്രിയിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഗീവ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ഇഫ് നെസസറി. ആവശ്യമാണെങ്കിൽ എന്താണ്? കൃത്രിമ ശ്വാസം നമ്മൾ കൊടുക്കണം. വം ദ ബോഡി അപ്പ് ബൈ മസാജിങ് സോഫ്റ്റ്. നമ്മൾ പതുക്കെ ബോഡി മസാജ് ചെയ്ത് കൊടുക്കുക. ഇഫ് ദ ഹാർട്ട് ബീറ്റ് സീസസ് ഇമ്മീഡിയറ്റ്ലി പ്ലേസ് യുവർ പാംസ് one over the other on the person's chest and start pressing down and then release. Continue it process until the heart starts beating on its down. എന്താണ്? നമ്മുടെ ഹൃദയസ്പന്ദനം നിന്ന് പോയെങ്കിലും തന്നെ രണ്ടു കൈയും ഷോക്കേറ്റാൽ നെഞ്ചിൽ മേൽ ചേർത്ത് അമർത്തി വിടുക. ഹൃദയം സ്വയം ഇടിക്കുന്നത് വരെ ഈ പ്രവർത്തനം തുടരണം. So far we have discussed the arrangements for the flow of electricity. വൈദ്യുതി പ്രവർത്തിക്കുന്ന ക്രമീകരണങ്ങളെ കുറിച്ചാണ് നാം ഇതുവരെ ചർച്ച ചെയ്തത്. ഇടുക്കി പവർ സ്റ്റേഷൻ ഈസ് ദ ബിഗ്ഗസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ഇൻ കേരള. കേരളത്തിലെ ഏറ്റവും വലിയ പവർ സ്റ്റേഷനാണ് ഇടുക്കി പവർ സ്റ്റേഷൻ. വി ഓൾസോ യൂസ് ദ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ്ഡ് ഇൻ അതർ പവർ സ്റ്റേഷൻസ്. എന്താണ്? മറ്റു നിലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയും ഉപയോഗിക്കുന്നുണ്ട്. ഡു യു നോ വിച്ച് ആർ ദ അതർ പവർ സ്റ്റേഷൻസ് ഇൻ കേരള? ഏതൊക്കെയാണ് കേരളത്തിലെ മറ്റ് പവർ സ്റ്റേഷൻ നിങ്ങൾക്ക് അറിയുമോ? കളക്ട് ഇൻഫോർമേഷൻ റിഗാർഡിംഗ് ദം ആൻഡ് നോട്ട് ദം ഡൗൺ ഇൻ യുവർ സയൻസ് ഡയറി. ഇമാജിൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട് ദാറ്റ് സ്പ്രെഡ്സ് ഓൾ ഓവർ കേരള. ഈസ്ന്റ് ഇറ്റ് അമേസിംഗ്? എന്താണ്? ഇപ്പോൾ ശേഖരിച്ച് ഇലക്ട്രിക് പവർ സ്റ്റേഷനെ കുറിച്ച് ശേഖരിച്ച് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതുക. കേരളം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു വൈദ്യുത സർക്യൂട്ട് മനസ്സിൽ കണ്ടു നോക്കുക. ആശ്ചര്യം തന്നെ അല്ലേ? ഈ പാഠം നമ്മുടെ കഴിഞ്ഞു. ടീച്ചർ നോട്ട്സ് തരാം. ഓക്കെ.